ഇത്തരം സിനിമകളാണ് നമ്മുടെ തിയേറ്ററുകളിൽ എത്തേണ്ടത്. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ കാലിക പ്രാധാന്യമുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പോരാട്ടം, ഒരു അവയർനെസ്സാണ് ഇതിൻ്റെ അണിയറ ശില്പികൾ ഈ സിനിമയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ നിർബന്ധമായും കാണേണ്ട ഒരു സിനിമയാണ്. ഇതൊരു ചെറിയ സിനിമയായി നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ കണ്ടൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ രണ്ടാം ഭാഗം ഉണ്ട് എന്ന് പറയുന്നു. തീർച്ചയായും ഇത് വിപുലീകരിക്കണം എന്ന് തന്നെയാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാവിലെ തിയേറ്ററിലെത്തുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ത്രില്ലറാണ് ഇപ്പോൾ നമുക്ക് വേണ്ടിയത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം നമ്മൾ അനുദിനം വായിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയം, നല്ല സ്ക്രിപ്റ്റ് വർക്കാണ് ഇതിനുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ ക്യാമറാമാനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരു ലോ ബഡ്ജറ്റ് ഫിലിം ഇത്രയും മനോഹരമായി സ്ക്രീൻ പ്രസൻസോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മൾ സിനിമ നമുക്ക് നിർമ്മിക്കാം, പക്ഷേ അതിൻ്റെ ക്യാമറ വർക്ക്, അതായത് സംവിധായകൻ്റെ മനസ്സാണ് അഭ്രപാളികളിൽ എത്തുന്നത്. അത് തീർച്ചയായും ഇതൊരു സീനിയർ ക്യാമറാമാനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് മറ്റു പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല, പക്ഷേ അയാളുടെ വർക്ക് ഗംഭീരമാണ്. അതാണ് ഈ സിനിമയുടെ നട്ടെല്ല്. അതായത് സംവിധായകൻ സ്വയം സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായതുകൊണ്ട് തന്നെ അത് വിഷ്വലൈസ് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് പ്രേക്ഷകന് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്.